കേരള മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കൊടുത്താൽ പൊതുജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട്. ചേട്ടന്റെ പേര്? എൻ്റെ പേര് റഷീദ് കുഞ്ഞ്. റഷീദ്. ചേട്ടന് കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ ഒരു അവസരം കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കേരളത്തിന് വേണ്ടി ചെയ്യുക? ഞാൻ നാട്ടുകാർക്ക് പ്രയോജനപരമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഏതൊരു വിധമായ അഴിമതിയോ അതിനകത്ത് വേറെ ഒന്നും വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ സാധാരണക്കാരായ ജനങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടി ചെയ്യും. അല്ലാത്തവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ അവരുടെ മറ്റ് ആനുകൂല്യ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ഞാൻ ചെയ്യും. ഇതിൽ വെള്ളം ചേർക്കുന്ന പരിപാടി ഇല്ല. എല്ലാ പാർട്ടിക്കാരും പറയുന്ന പോലെ വാക്കാൽ മാത്രമാണ് അത് ആ ഒരു അല്ല അതാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. ഇതിൽ വെള്ളം ചേർക്കലില്ല. വെള്ളം ചേർക്കലില്ല. എൻ്റേതായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഇന്ന് ഞാൻ സാധാരണ രീതിയിൽ ആരാണോ അതേ നിലനിൽപ്പിലോട്ട് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. വലിയ പദവികളൊക്കെ കിട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമ്മൾ സാധാരണക്കാരോട് ഇടപഴകാതെ വലിയ കുറച്ച് കീശ വീർപ്പിക്കാനും കുടുംബത്തെ മെച്ചപ്പെട്ട രീതിയിലാക്കാനും നോക്കുമോ? സാധാരണ ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് പാർട്ടിക്കാരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സാധാരണ അങ്ങനെയല്ല. സാധാരണ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ സാധാരണക്കാരായി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ രീതിയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് നീങ്ങി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കും. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞ് പോകുന്ന കാര്യങ്ങളല്ല. ഇത് നടപ്പിൽ വരുത്തി ക്യാബിനറ്റിൽ പാസ്സാക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ എൻ്റേതായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഏത് പദവിയിൽ നിൽക്കുന്നു ആ ലിങ്കിൽ തന്നെ മുമ്പോട്ട് നീങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിലായിരിക്കും എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ജനങ്ങളിൽ നിന്നും ഇന്നാര് ചെയ്ത പ്രവൃത്തി നല്ല പ്രവൃത്തിയാണ് എന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നതിന് വേണ്ടി മാത്രമേ ഞാൻ മുമ്പോട്ട്. എനിക്ക് തുടർ ഭരണം ഭരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഞാൻ ഭരിക്കുന്ന സമയം കംപ്ലീറ്റ് ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. നല്ലൊരു ജനനേതാവായിരിക്കും. എന്തോ ചേട്ടൻ നല്ലൊരു ജനനേതാവായിരിക്കും. സ്ഥാനം ലഭിച്ചാൽ പറയണം ഇന്നാര്. ഇപ്പൊ നമ്മളിപ്പം പറയില്ലേ VS അച്യുതാനന്ദൻ ഭരിച്ചു, വലിയ ഒരു ഇതില്ല. അച്യുത മേനോൻ ഭരിച്ചു. അത്ഭുത മേനോൻ എന്ന് പറഞ്ഞാൽ 6.5 വർഷം ഭരിച്ച ആളാണ് അച്യുത മേനോൻ എന്ന് പറഞ്ഞാൽ. കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡറാണ്. അദ്ദേഹത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ തന്നെ ചാരവൃത്തി കേസ് വന്ന സമയത്ത് ലാസ്റ്റ് മൂവ്മെന്റ് എന്തായി, ഇപ്പോഴത്തെ മൂവ്മെന്റ് എന്തായി, അദ്ദേഹം അതിൽ നിന്ന് വിമോചിതനായി മരണപ്പെട്ടു പോയെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അന്ന് ഒരുപാട് പീഡിപ്പിച്ചു. പക്ഷെ ഇപ്പോഴേ ഏത് സ്റ്റേജാണ് വന്നത്? ചാരവൃത്തി കേസ് അറിയാമല്ല, മറിയം റഷീദായുമായിട്ടുള്ള ചാരവൃത്തി കേസ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്ന് ഭരിക്കുന്ന കാലം വരെയും ഞാൻ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയായിരുന്നാൽ ജനങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒരു മോശം മന്ത്രിയാണ് എന്നുള്ളൊരു പേര് കേൾക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ എൻ്റെ കൂടെ സഹകരിക്കുന്ന മറ്റ് മന്ത്രിമാരെയും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ മൂവ് ചെയ്യത്തക്ക ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു ഹൈ പ്രയത്നം ഞാൻ ചെയ്യും. ആരെങ്കിലും അഴിമതിക്ക് വേണ്ടി ഒന്ന് പ്രേരിപ്പിച്ചാൽ എന്ത് ചെയ്യും? ചെയ്യത്തില്ല. സത്യസന്ധമായി തന്നെ ചെയ്യും. 100 കോടി രൂപ ഉണ്ടല്ല, 50 കോടി രൂപ കൊണ്ട് വെച്ച് തരാന്ന് പറഞ്ഞാലും ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസാക്ഷിക്കെതിരായിട്ടൊന്നും ചെയ്യത്തില്ല. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മുഖ്യമന്ത്രിയായി തീരും. അങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനെ നിൽക്കത്തുള്ളൂ. അതാണ് എൻ്റെ ചെറുപ്പകാലം മുതലേ ഉള്ള എൻ്റെ പൊതുജനങ്ങളുമായിട്ടുള്ള എൻ്റെ ഒരു സഹകരണം അങ്ങനെയാണ്. ഞാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയതിനൊക്കെ പോലും പോകാത്ത ഒരാളാണ്. കാരണം എനിക്ക് പബ്ലിക്കുമായിട്ട് വളരെയധികം മിങ്കിൾ ചെയ്ത് മുമ്പോട്ട് പോകണം. ഞാൻ തന്നെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ 21 വർഷം താമസിച്ചു. അത് ഒരു വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാർട്ടി ഓഫീസിൻ്റെ പകുതിയിലാണ് താമസിച്ചത്. CP സിറ്റി കമ്മിറ്റി ഓഫീസിൻ്റെ പകുതിയിലാണ് ഞാൻ താമസിച്ചത്. ബാക്കിൽ AITC ഓഫീസായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ അവിടെ വന്നിട്ട് 45 വർഷമായി. എൻ്റെ സ്വന്തം സ്ഥലം നെടുമങ്ങാടാണ്. ഞാൻ എൻ്റെ നാട്ടിൽ പോയി എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെ കണ്ട്. എൻ്റെ അച്ഛനൊരു ഹോട്ടലുകാരനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കടയിൽ കയറി കാപ്പി കുടിച്ചൊരു വളരെ വയസ്സായിരിക്കുന്നു. അവരെല്ലാം കണ്ട് അവരെ കയറ്റി കാപ്പിക്കടയിൽ കയറ്റി കാപ്പി വാങ്ങിച്ചു കൊടുത്ത് ചില്ലറ പൈസ ചിലർ പോലിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ കയ്യിൽ കൊടുത്തിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ.
അങ്ങനെയാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഉദാഹരണമായിട്ട് തന്നെ നമുക്കൊന്ന് പറയാം, 5 വർഷം 6 വർഷമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ഇലക്ഷൻ സംബന്ധമായ ലെവലിൽ 2 മാസം പൈസ കൊടുത്തു. അടുത്ത് പിന്നെ 1 മാസം പൈസ, പിന്നെ റിസപ്റ്റിന് കൊടുത്തു. അപ്പം നമ്മളുടെ ഒരു 160 1600 രൂപ അവർ കൊടുക്കുന്നു. ഗവൺമെന്റിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ 1000 രൂപ കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അത് കൊടുത്തിരിക്കണം. എല്ലാ മാസവും അതിനെ ആശ്രയിച്ച് 160 1600 രൂപ കിട്ടിയാൽ എനിക്കറിയാമെന്നുള്ള എൻ്റെ പരിസരത്ത് താമസിക്കുന്ന അമ്മച്ചിമാരുണ്ട്. ആ അമ്മച്ചിമാർ പറഞ്ഞു, ആ പെൻഷൻ വന്നെങ്കിൽ മോനെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഞാനെടുത്ത് 50 രൂപ എടുത്ത് കൊടുക്കും, കയ്യിലെടുത്ത് കൊടുക്കും. കയ്യിലുണ്ടെങ്കിൽ 50 രൂപ എടുത്ത് പെട്ടെന്ന് എടുത്ത് കൊടുക്കും. അമ്മച്ചി പെൻഷൻ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ആരെ പറയുന്നത്? കാരണം ഞാൻ ഭരിക്കുന്ന ഒരു വ്യക്തിയാണെന്നെങ്കിൽ കോടാനക്കോടി രൂപ അന്യ രാജ്യങ്ങളുമായിട്ട് ആശ്രയിച്ച് ഇങ്ങോട്ട് ലോണെടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തി പറപ്പിക്കാനുള്ളൊരു പരിപാടിയൊന്നും എന്നെ സംബന്ധിച്ചില്ല. അങ്ങനെ പാടില്ല. ഇനി വരുന്ന ഒരു തലമുറയും പാടില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് കഴിഞ്ഞാൽ യുവതലമുറകൾക്ക് ചാൻസുകൾ കൊടുക്കുക. 70, 60, 80 പൈസ ആയപ്പോൾ നമുക്ക് തന്നെ കേന്ദ്രത്തിൽ തന്നെ ഒരു പ്രായപരിധി നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രായപരിധി അവർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരു കോൺഗ്രസ് ഒരു KC കാരനായിരുന്നാലും SFI കാരനായിരുന്നാലും അവൻ വളരെ ചെറുപ്രായത്തിലാണ് മുന്നോട്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രവർത്തിച്ച് മുകളിലോട്ട് വരണത്. 45, 40, 50, 47 വയസ്സായാൽ പോലും അവൻ ഒരു പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കാനുള്ള ഒരു ചാൻസ് പോലും കൊടുക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നില്ല. അതൊരിക്കലും പാടില്ല. അതൊരിക്കലും പാടില്ല. ഇതായിട്ട് പറയുന്നതല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഒരു റാലി നിശ്ചയിച്ചു. എവിടെ മുതൽ എവിടം വരെ അവസാനിച്ചു? അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടായില്ലേ? കേന്ദ്രത്തിൽ അതിൻ്റെ മാറ്റം പൊളിറ്റിക്കൽ പറയുന്നതല്ല, അതിൻ്റെ മാറ്റം ഉണ്ടായില്ലേ? 2 സ്ഥാനത്തും അയാൾ ഇവിടെയും നമ്മുടെ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെയും പുള്ളി നിന്ന് വിജയിച്ചു. പക്ഷേ അവരെന്ന് പറയുന്ന സമയത്ത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഏതൊരു പാർട്ടിയായിരുന്നാലും CPM ആയിരുന്നാലും CPI ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ഈ ഗ്രൂപ്പ് അടിസ്ഥാനം മാറിയില്ലെങ്കിൽ ഒരിക്കലും നന്നായി പോകത്തില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇതാണ്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ബഹുമാനിക്കുന്ന 1-2 വ്യക്തിയുണ്ട്. AKG എം എം ഗോവിന്ദൻ നായർ, AKG, VS അച്യുതാനന്ദൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയാൻ VS അച്യുതാനന്ദൻ തന്നെ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നതിൽ അദ്ദേഹം പഴയ പീഡിതർപ്പകാരനായിരുന്നു. അദ്ദേഹം പാർട്ടിയിലുള്ളപ്പോഴുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണോ ഇന്ന് നിലനിൽക്കുന്നത്? അല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പം അങ്ങ് വടക്ക് കംപ്ലീറ്റ് അടിച്ച് നിരത്തിയില്ലേ? അനധികൃതമായ ലെവലിൽ വെച്ചിരുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളും അതും ഇതുമല്ല. അത് അമ്പലമൊക്കെ വരെ പ്രതികരിച്ചു. അമ്പലം ചില ബിൽഡിങ്ങിന് വരെ അത് പ്രതികരിച്ചു. വേണോ? അത് വികസനം വേണം. വികസനം നാട്ടിൽ വേണ്ടെന്നല്ല പറയണത്, വികസനം വേണം. ഒരു വ്യക്തിയുടെ സ്ഥലം എടുത്താൽ ആ വ്യക്തിക്ക് മാന്യമായുള്ള ഇത് കൊടുക്കണം. ഞാനേ ആലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കി എൻ്റെ വൈഫ് റിട്ടയർഡായപ്പോൾ ഒരു 3 വർഷം താമസിച്ചു. എനിക്ക് അവിടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഡ്വക്കേറ്റ് കേശവൻകുട്ടി നായർ എന്നോട് വന്ന് പറഞ്ഞു, പിന്നെ കല്ലമ്പലത്തുനിന്ന് മാമം വരെ ഒരു സർവേ എടുക്കണമെന്ന് പറഞ്ഞു. സർവേ എന്ന് പറയുമ്പോൾ 1.5 കിലോമീറ്റർ ബൈപ്പാസാണ്. സർവേ എടുക്കണമെന്ന് പറഞ്ഞപ്പം സാറ് നേരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് പറഞ്ഞു, റോഡ് എടുക്കുന്ന സ്ഥലം പോകുന്ന സ്ഥലവും നിങ്ങളൊന്ന് സർവേ എടുക്കണമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ വന്നിട്ട് എനിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസയും തന്നിട്ട് പുള്ളി പോയി. ഞാനിങ്ങനെ ഒരു ദിവസം പോലീസ് സ്റ്റേഷൻ, അവിടെ കല്ലപ്പല പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് നിന്ന് വന്നപ്പോൾ ഒരു കരിക്കച്ചക്കാരി ചേച്ചിയിരുന്ന ഒരു കരിക്ക് മാറ്റി കുടിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഇവിടുന്ന് എവിടെ നിന്നാണ് റോഡ് എടുത്ത് തുടങ്ങുന്നതെന്ന് ചോദിച്ചു. അത് ആ മുകളിലിരിക്കുന്ന ആ വീട് മുതൽ എടുത്ത് തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പണി തുടങ്ങി. വെയിലത്തും പുരയിടത്തും പോകുന്ന ലൈനിലെല്ലാം ഇവർ കല്ലിട്ടിരിക്കുക. ആടുമായിട്ട് ഒരു ദിവസം 15-20 പേരുടെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. സാറ് താമസിക്കുന്നത് പാപ്പനോടാണ്. ക്രിമിനൽ, സിവിൽ, പോലീസ് ട്രെയിനിങ് കളയിലെ ക്ലാസ് ആധാരം എടുത്ത് ഇത്രയും അറിയാമെന്നുള്ള 33 വർഷം പരിചയമുള്ള എന്നെ കൊണ്ട് കഴിയുമെന്നുള്ളതിനെ കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ ഈ വെയിലത്ത് ഇത്രയും പേരെ നിങ്ങൾ കണ്ട? ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിക്കകത്ത് വെള്ളം, ഏത്തയ്ക്കപ്പഴം, കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഞാൻ പോകുന്നത്. ഇത്രയും പേരെ ഞാൻ പങ്കെടുത്തു. അങ്ങനെ ഞാൻ ഒരു 110 കിലോമീറ്ററിനകത്ത് വെച്ച് ഒരു 150 പേരുടേത് എടുത്തു.
എടുത്ത് സാറിന് കൈമാറി അവർ അഡ്രസ്സും വെച്ച് കാർഡും കൊടുത്തിട്ട് പറയും നിങ്ങളുടെ സ്ഥലം എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ന്യായമായ പൈസ നൽകി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. എൻ്റെ നമ്പർ എഴുതി കൊടുത്തു. പക്ഷെ അങ്ങനെ വന്നു. ലാസ്റ്റ് അവിടെ ഇടിച്ചു തുടങ്ങി. ഞാൻ സാറിന് ചോദിച്ചു സാറേ അവിടെ ഇടിച്ചു തുടങ്ങിയില്ല. അപ്പോൾ സാറും കരുനാഗപ്പള്ളി കോടതി പോയപ്പോൾ പറഞ്ഞു ഞാനും കണ്ടു ഇടിച്ചു തുടങ്ങുന്ന കണ്ടെന്ന് പറഞ്ഞു. സാറേ അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു അപ്പം ഗവൺമെൻറ് ഇപ്പം മാന്യമായുള്ള പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇനി അതിലിട്ട് ചുരണ്ടാൻ പോണ്ട, വെറുതെ മെനക്കെടാവും. അപ്പോൾ അതുപോലെ കൊടുക്കണം. ഞാൻ പറഞ്ഞു അതുപോലെ കൊടുക്കും. അപ്പം ജനങ്ങൾ പ്രക്ഷോഭണത്തിന് വരുമോ? ഒരു പ്രക്ഷോഭണത്തിന് വരില്ല. വരില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളവർ അവിടെ ചെന്ന് അത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു അവസ്ഥ അവരുണ്ടാക്കും. നിങ്ങൾക്കും വിഷമതകൾ വന്നിട്ടില്ലേ? സംഭവിച്ചിട്ടില്ലേ? നിങ്ങൾ പല രീതിയിലും നിങ്ങൾക്ക് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു വ്യക്തി വന്ന് നിങ്ങളിപ്പം ഒരു ചാനലുകാർ വന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടാൽ വേണ്ടി വന്നാൽ നിങ്ങളുടെ ഈ സാധനങ്ങൾ പിടിക്കുവാൻ സൂര്യായത് ആ ഒരു അവസ്ഥയിലത്തേക്കും എത്തിച്ചില്ലേ? പല സ്ഥലങ്ങളിലും അങ്ങനെ എത്തിച്ചില്ല. ഒരു ഒരിക്കലും ഇന്ത്യൻ മുഖ്യമന്ത്രി ആവുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കറക്റ്റ് രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ പോകുന്ന ആളാണെങ്കിൽ അതുപോലെ കൺട്രോൾ ചെയ്യുന്നവരുള്ള അതാണ് പറയുന്നത് സാറിന് യഥാർത്ഥ മുഖ്യമന്ത്രി. കൊള്ളാം, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അച്യുത് മേനോൻ 6.5 വർഷം കഴിഞ്ഞ് കോൺഗ്രസ്സുകാർ ചേർന്നാണ് ഭരിച്ചത്. അത്ഭുത മേനു എന്നാണ് വിളിച്ചിട്ടുള്ളത്. അച്യുത് മേനോനാണ് CPIയുടെ നേതാവ്. അച്യുത് മേനോൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ PKB CPIയുടെ ആളാണ്. PKB മരിച്ച സമയത്തൊക്കെ ഒരു ഫണ്ട് പിരിവിന് പോയാൽ നോട്ടീസ് കൊടുത്ത് PKB എന്ന് പറയുന്നതിന് മുമ്പ് അവർ വീട്ടിൽ നിന്ന് പൈസ എടുത്താണ് വരണത്. ഇല്ലെന്ന് പറയുന്ന ഇല്ല. അത് ഓരോ നേതാക്കന്മാരുടെ കൂടെയുള്ള ആത്മാർത്ഥത അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലങ്ങളുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. മുഖ്യമന്ത്രിയുടെ ഏകദേശം ഒരു രൂപം ചേട്ടൻ തന്നിട്ടുണ്ട്. പറ്റില്ല. കാരണം ഇനി എൻ്റെ മകനോട് പഠിക്കുന്ന കാലത്തെ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ചിന്മയെന്ന് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ആക്കിയത്. രമേശ് ചെന്നിത്തല ധരണയിലിരിക്കുകയാണ് സെക്രട്ടറിൻ്റെ മുന്നിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇന്നതുപോലെയാണ് നീ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങില്ല. നിനക്കെന്തെങ്കിലും പാർട്ടിയിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിന്നെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അന്നത്തെ പയ്യൻ്റെ ആവേശം കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് ജഗദീഷ് ശ്രീമാർ പഠിച്ച സ്കൂളാണ്. 80 പിള്ളേരെ ഇറക്കി അഭിവാദ്യം ചെയ്ത് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ചെന്നിത്തല ചോദിച്ചു ഇത് ഏത് പയ്യനാണെന്ന് പറഞ്ഞു. അപ്പം ശരചന്ദ്ര പ്രസാദ് പറഞ്ഞു, ശരചന്ദ്ര പ്രസാദ് പറഞ്ഞു അതെൻ്റെ പയ്യനാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകണത് എടുക്കണമെന്നും കണ്ടില്ല. അന്ന് ഞാൻ CPC സിറ്റിംഗ് കമ്മിറ്റീസിൻ്റെ പകുതിയിൽ താമസിക്കുക. അപ്പം ഞാനിത് എല്ലാ സംഭവം കണ്ട് അവസാനം CPMൻ്റെ പയ്യന്മാർ എന്നെ നമ്മളെ മോൻ്റെ കൂട്ടുകാരെയൊക്കെ ആക്രമിക്കാനൊക്കെ പോയി. അവസാനം ഞാൻ നേരെ AKG സെൻറ്ററിൽ കയറി. AKG സെൻറ്ററിൽ കയറി അന്നത്തെ പാർട്ടി സെക്രട്ടറി ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതുപോലെയാണ് അവരുടെ മൗലിക അവകാശമാണ്. SFIക്കാർക്കും ചെയ്യാം. എൻ്റെ മോനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല ഇന്ന പാർട്ടിയിൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ 4 പാർട്ടിക്കാരുണ്ട്. പാപ്പനംകുളം മോഹൻ എന്ന് പറയും. പാപ്പനംകുളം 4 പാർട്ടിക്കാരുണ്ട്. അത് അവരവരുടെ മോള് ഒരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ മോളുടെ വിശ്വാസമാണ്, മോളുടെ സഹോദരൻ്റെ വിശ്വാസം. അതവർക്ക് ഇന്നത്തെ കാലത്ത് കാലം മാറുമ്പോൾ നമ്മൾ കോലവും മാറും. കേരള മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാകും ചെയ്യാനാവുക? ഒരുപാട് കാര്യങ്ങൾ മാറ്റി ചോദിക്കാനുണ്ട്. ഒരുപാട് ഇപ്പം പെൻഷനൊക്കെ കിട്ടാൻ താമസിച്ച് ഒരുപാട് കുടുംബങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെന്തൊക്കെ ഏതൊക്കെ മേഖലകളിലായിരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരിക? മാറ്റങ്ങൾ ടൂറിസം, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ടൂറിസത്തിന് തന്നെ ഒരുപാട് പടിഞ്ഞാറത്തൊക്കെ ഉണ്ടല്ലോ. വർക്കെടുത്ത ഒരു കേസറ്റായാലും ഇപ്പോൾ ടൂറിസം അങ്ങനെയുള്ള ഇപ്പം ഈ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഒരുപാട് ബസ് പ്രേമികളായാലും എല്ലാവരും വളരെ നിരാശയോട് കാണുന്നൊരു ഫീൽഡാണ് ഈ വണ്ടിയുടെ. എന്നുവെച്ചാൽ ഒരു ബസ് എടുത്തിട്ട് സ്വന്തം പൈസയ്ക്ക് ഒരു ബസ് എടുത്തിട്ട് ഗവൺമെൻറ് ഒരു കളർ അടിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കേസല്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി തരുന്നു. അപ്പം മന്ത്രി ഇപ്പോൾ ഗണേഷ് കുമാർ അതിന് വേണ്ട നീക്കങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതൊക്കെയുള്ളൂ. പിന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്തെങ്കിലും പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ? വിദ്യാഭ്യാസം ഇപ്പം +1 സീറ്റുകൾ ഒരുപാട് 8000 സംതിങ് സീറ്റുകൾ എന്തോ കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല താല്പര്യമുണ്ട്. ഇത്രയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അധികാരത്തിൽ കയറുമ്പോഴത്തേക്കും കിശ വീർപ്പിക്കാനും അഴിമതി നടത്താനും ഒക്കെ ഉള്ള ഒരു പ്രേരണ വന്നാൽ എന്ത് ചെയ്യും?
ഞാനും ഇപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടന്നു വന്ന ഒരാളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നത്തില്ല. ഇല്ല. കാരണം അഴിമതി കാശാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാശാണ്. സ്നേഹമോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. കാശുണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ. അപ്പോൾ അതില്ലാത്തൊരു സാഹചര്യത്തിൽ നടന്നു വന്ന ഒരാൾക്ക് അതിൻ്റെ വില എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥാനം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അധികം ആ ഒരു കാശിന് വേണ്ടിയിട്ട് നിൽക്കുമോ അതോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുമോ? അത് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി. പിന്നെ എല്ലാവരും ഒരു നല്ലതൊന്നുമല്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ കാശും വേണം, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ ശമ്പളം എന്താണോ അതെനിക്കും ജനങ്ങൾക്കുള്ള എന്താണോ ജനങ്ങൾ. ശമ്പളം അല്ലാതെ അധികം അവിടെ അങ്ങനെ മേടിക്കും? ഇല്ല. അതിൽ നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ സത്യസന്ധരാണ്. കാരണം ഞാൻ പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം ഞാൻ പണ്ട് EMSഉം AKGയും പറഞ്ഞു കേട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റാണ് ഞാൻ വായിച്ച് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കോളേജിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിൽക്കുന്ന പോലെയാണ് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു ബോധമുണ്ട്. ഈ നമ്മുടെ നേതാക്കന്മാർക്ക്, അതായത് ഈ മന്ത്രിസ്ഥാനത്ത് എത്തുന്നവർക്ക് ഒരു പ്രായപരിധി നിശ്ചയിക്കണമെന്നുള്ളതിനോട് യോജിപ്പുണ്ട്? പ്രായപരിധി ഇപ്പോൾ അത് ഓരോ ഫീൽഡിൽ കൊടുക്കുന്നവർക്ക് അതിൻ്റേതായ, ഇപ്പം ഈ ടൂറിസം വകുപ്പ് കൊടുക്കുന്ന അത് ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ള, അങ്ങനെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ടൂറിസത്തെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇപ്പം മന്ത്രി ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നാണ്. അദ്ദേഹത്തിന് വണ്ടി ആ ഒരു വാഹന ഫീൽഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ബസ്സിൻ്റെ കാര്യത്തിൽ മാറ്റം വരണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതനുസരിച്ചിട്ടുള്ള മുൻ പരിചയമുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ആ ഒരു മേഖല നോക്കി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താ പേര്? മിൻഹാജ്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? റോഡുകൾ നന്നാക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ അല്ലേ, അതൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ ദാരിദ്ര്യങ്ങളും തൊഴിലില്ലായ്മയൊക്കെ മാറ്റണം. എന്നാലും ഏതിനായിരിക്കും കൂടുതലൊരു മുൻഗണന നൽകുക? തൊഴിലില്ലായ്മയൊക്കെ അത് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു തൊഴിലില്ലായ്മ മാറ്റാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അതിനൊരു പ്രതിവിധി കൊണ്ടുവരുന്നത്? അത് പുതിയ വിദ്യാഭ്യാസ സാധ്യതകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ ജോലികളും കാര്യങ്ങളൊക്കെ അല്ല വരില്ലേ. അപ്പോൾ അങ്ങനെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിലൊരു തൊഴിലവസരം ലഭിക്കുക, നമ്മൾ ഏത് ക്വാളിഫിക്കേഷനിലാണോ പഠിച്ചിറങ്ങുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ. കാരണം ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയൊക്കെയാണ്. ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ഒരു ജനങ്ങളുടെ നേതാവായിരിക്കുമോ, ഇല്ലെങ്കിൽ സ്വന്തം ആ ഒരു അധികാരം കിട്ടുമ്പോഴത്തേക്കും സ്വന്തം കാര്യം മാത്രം നോക്കുന്നൊരു നേതാവായിരിക്കുമോ? അങ്ങനെ ഒരാളും അങ്ങനെ ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ മുഖ്യമന്ത്രിയും എല്ലാവരും. ഒരു പദവിയും ഒരു ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും പവറും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലോട്ട് ചിന്തിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അതുപോലെ ആയി തീരുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ. ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് ആദർശ്. ചേട്ടന് കേരള മുഖ്യമന്ത്രി ആവാൻ ഒരു അവസരം കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാകും ചെയ്യുക? ഇപ്പം അതിനും എന്താ പറയുക, ഭരണം ഇല്ലല്ലോ. കുറേ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ആയിക്കഴിഞ്ഞാൽ, ആവില്ല എന്ന് ഉറപ്പാണ്, പക്ഷെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഇവിടെയുള്ള അഴിമതികളൊക്കെ ഇല്ലാതാക്കണം. അങ്ങനെയാണ് നമ്മളൊരു ആഗ്രഹം. പക്ഷെ അത് നടക്കില്ലല്ലോ. പിന്നെ വേറെന്തൊക്കെയായിരിക്കും മാറ്റുക? ഇത് തന്നെ, ഇതാണല്ലോ മെയിൻ പ്രശ്നം. അതെ, എല്ലാ തരത്തിലും A to Z. അതാണ് ഈ ഒരു സാഹചര്യം, ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി എല്ലാം അതിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ്. അഴിമതി കൊണ്ടാണല്ലോ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും അല്ലാതെ ഉണ്ടാവുന്നത്. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പൈസ കൊണ്ട് ഇപ്പോഴുള്ള എന്താ പറയുക കൊണ്ടുപോയി നമ്മളെ പൈസ കൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ആ ഒരു സ്ഥാനത്തോട്ട് മാറിയാൽ നമുക്ക് ആ ഒരു അഴിമതിയിലോട്ട് മറ്റും നേതാക്കൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോയാൽ ചേട്ടന് ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അങ്ങോട്ട് പോകുമോ? അതിപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരുന്നു വരില്ലല്ലോ. ഒരുപാട് ഒരു എന്താ പറയുക അപ്പ് ആൻഡ് ഡൗണുകളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ജീവിതത്തിലെല്ലാം ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അത് എന്താ പറയുക, അത് ആ നേരത്ത് തരം പോലെ ചെയ്യാമെന്ന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമ്മളെ ഈ കേരളത്തിലെ എല്ലാ അഴിമതികളും ഇല്ലാതാക്കണം ഒരു പരിധി വരെ. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പരിധി വരെ നല്ലൊരു ജനനേതാവായിരിക്കും, നല്ലൊരു ജനകീയനായിട്ടുള്ള മന്ത്രിയായിരിക്കും.
അങ്ങനെയാണ് ആഗ്രഹം, പക്ഷെ നടക്കില്ല. പൊതുജനങ്ങളുടെ രസകരമായ മറുപടികളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അനുജ പ്രകാശ്.